മാതൃത്വം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബഹുമാനിക്കും. അത് യേശുക്രിസ്തുവിന്റെ അമ്മ ആയിക്കൊള്ളട്ടെ, കൃഷ്ണന്റെ അമ്മ യശോദ ആയിക്കൊള്ളട്ടെ, എന്തിന് പറയണം, നമ്മുടെ രാജ്യത്തെ വരെ നമ്മൾ ഒരു മാതൃസങ്കല്പത്തിലാണ് കാണുന്നത്. ഭാരത് മാത എന്നാണ് നമ്മൾ വിളിക്കുന്നത്, ഭാരതമാത. അപ്പൊ അങ്ങനെയുള്ള ഒരു മാതൃസങ്കല്പത്തിന് എത്രയും ബഹുമാനം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് കന്യാമറിയത്തെ തെറി വിളിച്ചതുകൊണ്ട് യഹോവയുടെ നിറം മാറുകയില്ല, യഹോവയുടെ കറുപ്പ് മാറുകയില്ല. അതേപോലെ അവരുടെ പെന്തക്കോസ്തുകാരുടെ ആയിരിക്കുന്ന ഉപദേശപശകൾ ഇല്ലാതെ തീരുകയില്ല. അപ്പൊ അവരുടേതായിരിക്കുന്ന ആ കേടുപാടുകളിൽ നിന്ന് ജനത്തെ അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടാനായിട്ട് ഇപ്പോൾ നടത്തുന്ന തന്ത്രമാണ് ഈ മണിയം പാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രമാണ്. കാരണം ഈ മറിയത്തെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും യഹോവയെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് എനിക്ക് മണിയം പാസ്റ്റർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരു രക്ഷയും കിട്ടത്തില്ല. യഹോവയെ പറ്റിയുള്ള അവബോധം ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറിയസ് ഗോസ്പൽ തുടങ്ങി ഒത്തിരി പേര്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വം, ഒരു സുവിശേഷകൻ, അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ചതായിട്ട് ഞാൻ എന്റെ അറിവിൽ വന്നു. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് എടുത്തോണ്ടിരിക്കുക. കാരണം എനിക്ക് വളരെ അത്ഭുതമായപ്പോ അദ്ദേഹം മധ്യപ്രദേശില് മിഷൻ പ്രവർത്തനം നടത്തി സ്വന്തമായിട്ട് സ്കൂൾ ഉണ്ടാക്കി എന്റെ വലിയ കാര്യപരിപാടി നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും അദ്ദേഹത്തെയും ചൊടിപ്പിച്ച് യഹോവ തന്നെയാണെന്നാണ് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത്. യഹോവയെ പറ്റിയുള്ള ഒരു വെളിപ്പാട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുമതം ഉപേക്ഷിക്കുകയും, ക്രിസ്തുമതമാണ് യഹോവയെ കൊണ്ട് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ ആശയങ്ങളിലേക്ക്, യഥാർത്ഥ ആശയങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ യഹോവയെ സമ്പൂർണമായിട്ട് ഒഴിവാക്കണം. ആ ഒരു വെളിപ്പാട്, ആ ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തണം. ഇപ്പം ക്ലബ് ഹൗസിൽ വന്ന് സുവിശേഷ പ്രവർത്തനം നടത്തി ഇവിടെ ഫിഷിംഗ് നടത്തുന്ന ഒത്തിരി പാസ്റ്റർമാരെ എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. റൂംസ് ഇട്ട് നിങ്ങൾ പാപികളാണെന്നും നിങ്ങൾ നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചും പീഡിപ്പിച്ചും പ്രീണിപ്പിച്ചും മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെയെങ്കിലും അവരുടെ ഭാഗത്താക്കാനായിട്ടുള്ളതായിരിക്കുന്ന ഒരു വികലമായ ബൗദ്ധിക പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടണം. തീർച്ചയായിട്ടും ഇതൊക്കെ അധപ്പതിച്ച പരിപാടികളാണ്, മനുഷ്യർക്ക് യോജിക്കുന്ന സമ്പ്രദായങ്ങളൊന്നുമല്ല. ഒരു സാംസ്കാരികമായി ഉന്നമനം പ്രാപിച്ച ഒരു സമൂഹത്തിന് ഒരിക്കലും കൊണ്ടുകിടക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതൊന്നും. ആരെങ്കിലും പേടിപ്പിച്ചും പ്രീണിപ്പിച്ചും ഒന്നുമല്ല ആരെങ്കിലും ഉപജീവനം കണ്ടെത്തേണ്ടത്. അതുപോലെ ഈ ഉപദേശിമാരൊക്കെ ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഇവര് എത്ര നാൾ ഇത് കൊണ്ടു നടക്കാൻ കഴിയും? എത്ര നാൾ? ഇപ്പം സമൂഹം ഓൾറെഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇവർക്ക് വലിയ സ്ഥാനം കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിൽ എങ്ങനെ ഇവർ ആ നിലയിൽ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് തട്ടിപ്പാണ്. ഇന്ന് ഈ കാണുന്ന ഈ വികല പരിണാമം പ്രാപിച്ച ഈ ക്രിസ്തുമതം, അതായത് ഏലോഹമിനെ കാണിച്ച് ആളെ അകത്ത് പ്രവേശിപ്പിച്ചിട്ട് യഹോവയെ പ്രയോഗിക്കുന്ന ക്രിസ്തുമതം. യഹോവയെ കയ്യിൽ വെച്ചിട്ടുണ്ട്, ഏലോഹിമിനെ കയ്യിൽ വെച്ചിട്ടുണ്ട്, സ്നേഹസമ്പന്നനായ ആ പിതാവിനെയും കയ്യിൽ വെച്ചിട്ടുണ്ട്, ത്രിയേകത്വത്തിന്റെ ഭാഗമായിട്ടുള്ള പിതാവാൻ ദൈവത്തെയും കയ്യിൽ വെച്ചിട്ടുണ്ട്. കൂടെ ഈ യൂണിറ്റേറിയൻ ആയിട്ടുള്ളതായിരിക്കുന്ന ഞാൻ മാത്രമല്ലാതെ ദൈവം മറ്റാരും ഉണ്ടാകരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള രക്തദാഹിയായ മാംസപ്രിയനായ യുദ്ധകൊതിയനായ യഹോവയും കൂടെ വെച്ചിട്ടുണ്ട്. കാരണം യഹോവയെ വെച്ചാൽ മാത്രമാണ് മനുഷ്യരെ ചൂഷണം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഇരട്ടത്താപ്പാണ് ഈ വികല പരിണാമം പ്രാപിച്ച ഈ ക്രിസ്തുമതം മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് തിരിച്ചറിയണം, ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഇതല്ല യഥാർത്ഥ, ഇത് ക്രിസ്തു പഠിപ്പിച്ചത് ഇതല്ല. ക്രിസ്തുമതത്തിന്റെ സ്ഥാപകനല്ല. ക്രിസ്തു പഠിപ്പിച്ച മാർഗം എന്ന് പറയുന്നത് അത് അദ്വൈതത്തിന്റെ മാർഗമാണ്. അത് പ്രകൃതിക്ക് പൂരകമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ കോസ്മോസിന് നമ്മളെ തന്നെ ഹാർമോണിയസ് ആക്കുന്ന, പ്രപഞ്ചത്തിന്റെ ശക്തികൾക്ക് പൂരകമായി ജീവിക്കുവാൻ മനുഷ്യനെ സജ്ജമാക്കുന്ന ആധ്യാത്മികതയാണ് ക്രിസ്തു പകർന്നു കൊടുത്തത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതം സ്ഥാപിക്കുകയല്ല ചെയ്തത്. അങ്ങനെ ഒരു മതസ്ഥാപനത്തിൻ്റെതായിരിക്കുന്ന ചരിത്രം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സഭാചരിത്രം തന്നെ ഒരു വശത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സഭയുടെ ആ ചരിത്രമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഏതാണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് വരികയാണ്. ഇപ്പൊ ഇന്റർനെറ്റ് ഉണ്ട്, ക്ലബ് ഹൗസ് ഉണ്ട്,
ആർക്കും ആരെയും തടുക്കാൻ പറ്റത്തില്ല, ആർക്കും സംസാരിക്കാം, ആരെയും ഒതുക്കാനൊന്നും പറ്റത്തില്ല. സത്യം എവിടെയെങ്കിലുമൊക്കെ പ്രകമ്പനം കൊള്ളും, ജനങ്ങൾ അത് കേൾക്കും, അവർക്ക് തിരിച്ചറിവുണ്ടാകും, അവർക്ക് പരിവർത്തനം ഉണ്ടാകും. തട്ടിപ്പിൻ്റെതായിരിക്കുന്ന ശക്തികൾക്ക് ഇനിയുള്ള കാലത്ത് നിലനിൽപ്പില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയാച്ചായൻ പറഞ്ഞത് വളരെ സത്യവത്തായ കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരു 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 ധാർമ്മികതയുടെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു ആ അന്തരീക്ഷം നമുക്ക് വീണ്ടെടുക്കണം. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പോലെ വീണ്ടെടുക്കണം. എല്ലാ ജാതിക്കാരും, എന്റെയൊക്കെ വീട്ടില് ഞങ്ങളാകട്ടെ അങ്ങോട്ടും എല്ലാ ജാതി മത ഭേദമന്യായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങള് ഇന്നും ഉണ്ട്. ആ സഹകരണം ഒരു പരിധി വരെ ഉണ്ട്. ആ പഴയ തലമുറയിൽപ്പെട്ടവരെ അവരുടെ കുടുംബങ്ങളെ കാണുമ്പോൾ ഇന്നും ഞങ്ങൾ ആ ഒരു സമീപനമാണ് ഇന്നും ഞങ്ങൾക്ക് സ്വാഭാവികമായി വരുന്നത്. അവരാരെയും മാറ്റി നിർത്താൻ കഴിയാറില്ല. ലോകത്തിന് ഏത് ഭാഗത്ത് അവരെ കണ്ടാലും നമ്മൾ അവര് വീട്ടിൽ വിളിക്കും, നമ്മൾ അവരുടെ വീട്ടിൽ പോകും, ഒരുമിച്ച് സമയം ചെലവഴിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹോദര്യത്തിന്റെ ആ നന്മയുടെ അത് തന്നെയാണല്ലോ ക്രിസ്തു പഠിപ്പിച്ചത്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽവക്കംകാരനായ ക്രിസ്ത്യാനിയെ സ്നേഹിക്കുക എന്നല്ലല്ലോ പറഞ്ഞത്. അത് ക്രിസ്ത്യാനിയാകട്ടെ ആരും ആയിക്കൊള്ളട്ടെ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽവക്കംകാരനെ സ്നേഹിക്കുക. ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞതിലും വലിയ ഒരു ആധ്യാത്മികത, ധാർമ്മികത, അത് ഒരു എത്രയോ നല്ലൊരു ഉപദേശമാണത്. അപ്പൊ ആ ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഈ മനുഷ്യനെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ മാത്രമേ ഇനി രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും വേണ്ടി വന്നാൽ കുറച്ച് പ്രീണിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന, കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിന് ഒരു പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, ബ്രദറെ ഒന്നും തോന്നരുത്, ഞാന് ബ്രദറിനോട് പറയണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ പറഞ്ഞില്ല എങ്കിൽ ബ്രദറിന് എന്ത് തോന്നും എന്ന് വിചാരിച്ച് ഇനി ബ്രദറിന് എന്നോട് വിരോധം തോന്നിയാലും കുഴപ്പമില്ല, എന്തൊക്കെ തന്ത്രം എടുക്കുന്നത്, അത് അങ്ങ് വിനയപ്പെടുവാണ്, അങ്ങ് എക്സ്ക്യൂസുകൾ പലത് എടുക്കുവാണ്, ബെയിലൊക്കെ ആന്റിസിപ്പേറ്റഡ് ബെയിൽ പോലെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു, ബ്രദർ ഒരു വലിയൊരു ഒഴുക്കിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പൈപ്പിന്റെ മുകളിലൂടെ നടന്നു പോകുന്നു, ചുറ്റും നിൽക്കുന്നവരൊക്കെ ബ്രദറിനെ വിളിക്കുന്നു, ബ്രദർ ഫോൺ ചെയ്തുകൊണ്ടാണ് പോകുന്നത്, ബ്രദർ വലിയൊരു അഗാധ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ പറയുന്നത് ആർക്കാ പേടി തോന്നാത്തത്? അപ്പൊ എന്നെ വിളിച്ചു ആ മനുഷ്യൻ. ഞാൻ പറഞ്ഞു, ഇവരുടെ സകല പ്രവചനങ്ങളും കാപട്യമാണ്, ഇവരുടേതായിരിക്കുന്ന സ്വപ്നങ്ങളെല്ലാം അതിൽ യാതൊരു സത്യസന്ധതയുമില്ല. കാരണം ഇവരെ നയിക്കുന്ന ശക്തി എന്ന് പറയുന്നത് യഹോവയാണ്. യഹോവ ആന്റി ഗോഡാണ്, എതിർ ദൈവമാണ്. അവനാണ് പിശാചിനെ ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ശത്രു കൊടുക്കുന്ന ഈ വെളിപ്പാട്, അതാണ് ഈ പുള്ളിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അത് കേട്ട് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് സുഹൃത്തെ എന്ന് ഞാൻ ആ മനുഷ്യൻ പറഞ്ഞ് എന്നാലാവുന്ന വിധം ഞാൻ ധൈര്യപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം അത് പറഞ്ഞിരിക്കുന്ന ആ വിധത്തിലാണ്. ഈ മനുഷ്യനെ ഏതോ ഫോൺ വിളിച്ച് പൈപ്പിന് നടക്കുകയാണ്, ഇപ്പൊ തന്നെ പോവും. അപ്പൊ അതുകൊണ്ട് ബ്രദർ ശ്രദ്ധിക്കണം എന്നാണ് ഈ പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവന്റെ മനസ്സിലൊരു ഭയം ജനിപ്പിച്ചിട്ട് അദ്ദേഹത്തെ പിന്നെ പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹം വീട്ടിൽ പോകണം, അങ്ങനെ ഒരു കടപ്പാട് ഉണ്ടാക്കിയെടുക്കണം ഈ പാസ്റ്റർക്ക്. ഈ മനുഷ്യനിൽ തന്നോടൊരു കടപ്പാട് അവിടെ ഉത്ഭവിപ്പിക്കണം. എന്നാൽ മാത്രമാണല്ലോ വിധേയത്വം കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ ലുട്ടാപ്പി വിദ്യകളൊക്കെ കൊണ്ട് നടന്ന് മനുഷ്യരെ പറ്റിക്കുകയും ചെയ്യുന്ന പരിപാടി ഈ പെന്തോ വർഗം അവസാനിപ്പിക്കണമെന്നാണ് എന്നെ ആരെങ്കിലും പെന്തക്കോസ്തുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. താങ്ക് യു. ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം പരാഗ്വേയില് നമ്മുടെ ഈ മദർ തെരേസയുടെ ചാരിറ്റി സൊസൈറ്റി ഉണ്ടല്ലോ, മിനിസ്ട്രി ഓഫ് എന്തോ മിഷണറീസ് ഓഫ് ചാരിറ്റി, അവരെ കോസ്റ്റോറിക്കയിലേക്ക് നടന്നു പോകാൻ പറഞ്ഞു. പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാത്രമാണെന്ന് അറിയത്തില്ല. യുവർ വോയിസ് ഈസ് dragging here and there. Maybe you can exit and enter once again. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ബ്രദർ എംപറർ, ഞാൻ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നതിൽ ഞാൻ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, യഹോവ എന്താണ്, യഹോവ രക്തദാഹിയായ ദൈവമാണെന്നാണ് എന്താണ് പറഞ്ഞത് ബ്രദർ?
ആ ഇത് ബൈബിളില് ദൈവത്തെ നമ്മള് ബൈബിളിന്റെ ദൈവം ആരാണെന്ന് പരിശോധിക്കുമ്പം നിലവിലുള്ള ആ, ഒരു ക്രിസ്തീയമായ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്, അതായത് ക്രിസ്തുമതം പൊതുവായി പഠിപ്പിക്കുന്നത് ഒരു ദൈവമുള്ളൂ എന്നാണ് ബൈബിളിൽ. അതായത് അതിനിപ്പം യഹോവ എന്നവർ പറയും, ചില സ്ഥലത്ത് ആഡോണ എലോഹിം എന്ന് പറയും, ഏലോഹിം എന്ന് പറയും. എന്നാല് ഈ ബൈബിളിൽ രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ഏലോഹിം, അതായത് നമ്മള് ദൈവം എന്ന് വിളിക്കുന്ന ഈശ്വരൻ, അല്ലെങ്കിൽ ഈശത്തെ വരിച്ചവൻ, പടച്ചവൻ, അതായത് സകലത്തെ നിർമ്മിച്ചവൻ എന്ന് വിളിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിനെതിരായി നിൽക്കുന്ന ഒരു എതിർ ദൈവമുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യം, ഇങ്ങനത്തെ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് ചോദിച്ചാല് നമ്മൾ അതും പരിശോധിക്കണമല്ലോ. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പല നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരും ഈ കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യം ആ നിലയിൽ എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം, ക്രിസ്തു മതത്തില് പൊതുവെ നടക്കുന്ന ഒരു ബൈബിൾ പഠനം അല്ലെങ്കിൽ പരിചയം എന്ന് പറയുന്നത് പാസേജ് മിനിസ്ട്രി എന്ന് പറയും. അതായത് അവിടുന്ന് ഇവിടുന്നും നമുക്ക് ഉത്തേജനം നൽകുന്ന ബൈബിൾ വാക്യങ്ങൾ മാത്രം കോർത്തിണക്കി ഒരു ഇടനാഴിക്കിടെ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, ഒരു പാസേജിക്കിടെ, അതായത് ഒരു കൊറിഡോറിക്കിടെ കൊണ്ടുപോകുക. ഇതിന് ഈ ബൈബിളിനെ പറ്റിയുള്ളതായിരിക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ളതായിരിക്കുന്ന ഒരു കാഴ്ച, ഒരു ഇന്റഗ്രേറ്റഡ് പിക്ചർ, ഒരു കോംപ്രിഹെൻസീവ് പിക്ചർ നമുക്ക് കിട്ടുന്നില്ല. അതിനുള്ള അവസരം നമുക്ക് തരുന്നില്ല. ഇപ്പൊ ഈ അച്ഛനാകട്ടെ, ഏത് ഉപദേശം ആയിക്കൊള്ളട്ടെ, അവര് ബൈബിളിൽ നിന്ന് ഇപ്പൊ വളരെ രസകരം, ബൈബിളിലെ ചില വാക്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ ഒത്തിരി സഹായിക്കുന്ന, വൈകാരികമായി താങ്ങുന്ന വാക്യങ്ങളാണ്. ഇപ്പം അതിലൊരു വാക്യം ഞാൻ പറയാം. ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്യമാണ്, ഏറ്റവും കൂടുതൽ, നിന്റെ അമ്മ നിന്നെ പ്രസവിച്ച അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള വാക്യങ്ങൾ കേൾക്കാനാണ് മനുഷ്യർക്ക് ഇഷ്ടം. ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള വളരെ മാധുര്യമാർന്ന ഉത്തേജനം നൽകുന്ന വാക്യങ്ങളെല്ലാം കോർത്തിണക്കി ഉള്ള ഒരു പാസേജ്, ഒരു ഇടനാഴിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എന്നാല് ബൈബിള് ആദ്യം മുതൽ, ബൈബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദിയിൽ നിന്ന് തുടങ്ങി ആമേൻ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു പുസ്തകമാണ്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്ന, വളരെ 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 റെലവെന്റ് ആയിട്ടുള്ളതായിരിക്കുന്ന, സകല മനുഷ്യനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. പക്ഷേ ആ പുസ്തകത്തെയാണ് ഈ നിലയിലുള്ളതായിരിക്കുന്ന പാസേജ് മിനിസ്ട്രി നടത്തി അതിനെക്കുറിച്ചുള്ള സത്യം ജനങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത വിധം ഉള്ളതായിരിക്കുന്ന വികലമായിരിക്കുന്ന ഒരു ദർശനം ഉണ്ടാക്കി ഈ ക്രിസ്തുമതം കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എത്ര പറയുന്നുള്ളൂ, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിളിന്റെ ആദ്യത്തെ 5 അധ്യായം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 5 അധ്യായമെങ്കിലും ഒന്ന് വായിക്കണം. ഈ ക്രിസ്തുമതത്തിന്റെ കണ്ണാടി ഒന്ന് മാറ്റിവെച്ച് ഒരു സാധാരണ മനുഷ്യന്റെ സാമാന്യ നീതിബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ബൈബിളിന്റെ ആദ്യത്തെ 5 അധ്യായം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ലോകത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള, അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഏത് ബൈബിൾ എടുത്ത് പരിശോധിച്ചാലും ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്, അല്ലാതെ ആദിയിൽ യഹോവ എന്ന് പറഞ്ഞുകൊണ്ടല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് യഹോവയുടെ പേരോടെ വരാത്തത് എന്ന് ശ്രദ്ധിക്കണം. ആദിയിൽ ദൈവം, അത് മൂലഭാഷയിൽ ഏലോഹിം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഏലോഹിം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ശകലം ഭാഷാപരിചയം വേണം. കാരണം ഇതില്ലെങ്കിൽ നമ്മള് പല നിലയിലും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷില് ചില വാക്കുകളുണ്ട്, ഏകവചനവും ബഹുവചനവും, അതിന് രണ്ടിനും ചേർന്നിട്ട് ഒറ്റ വാക്യമുള്ളൂ. ഒരു ഉദാഹരണമാണ് ന്യൂസ്. ഇപ്പൊ നമ്മൾ ഹൗ മെനി ന്യൂസസ് ആർ ദെയർ, മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും വാർത്തയും വാർത്തകളും. പക്ഷെ വാർത്തയാകട്ടെ, വാർത്തകൾ ആകട്ടെ, ബഹുവചനമാകട്ടെ, ഏകവചനമാകട്ടെ, നമ്മൾ ഇംഗ്ലീഷിൽ ന്യൂസ് എന്ന പദം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പദമാണ് ഏലോഹിം. പിന്നെ മറ്റൊരു പദമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില്, ആദം എന്ന പദം. ആദം എന്ന പദത്തിന് മനുഷ്യനെന്നും മനുഷ്യവർഗം എന്നും അർത്ഥമുണ്ട്. ഈ 2 അർത്ഥത്തിനും ഉപയോഗിച്ചിരിക്കുന്ന ഒരേ പദം തന്നെയാണ്. ഇനി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ
2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം വരെ, 1-ാം ഭാഗം 2 ഭാഗമുണ്ട്. ആ 4-ാം വാക്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. അതിന്റെ പാർട്ട് എ വരെ 32 തവണ ഏലോഹിം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. യഹോവയെ അവിടെ കാണുവാൻ കഴിയുകയില്ല. യഹോവയെ അവിടെ നിങ്ങൾക്ക് എങ്ങനെ തപ്പി നോക്കിയാലും കിട്ടുകയില്ല. യഹോവ ആദ്യമായി ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം അതിന്റെ 2-ാം ഭാഗത്ത് നിന്ന് തുടങ്ങിയാണ്. അതിനു മുമ്പ് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചത് മുഴുവൻ ഏലോഹിമാണ്, യഹോവയല്ല. രണ്ട് ദൈവമാണ്. ഒന്ന് ദൈവമാണ്, മറ്റൊന്ന് എതിർ ദൈവമാണ്. ഇനി ഈ യഹോവയെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം പല പരിഭാഷയിലും പല നിലയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചിലയിടത്ത് യാഹ്വേ എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലയിടത്ത് എഴുതി വെച്ചിരിക്കുന്നത് ആഡോണായി ഏലോഹിം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലെ പല പരിഭാഷകളിലും ലോർഡ് ഗോഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് യഹോവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എന്തില്ല, ഈ ഏലോഹിം എന്നുള്ള തനതായ പ്രയോഗം ഇല്ല. ആ പ്രയോഗം എവിടെയാണ് കാണുവാൻ കഴിയുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4-ാം വാക്യം അതിന്റെ 1-ാം ഭാഗം വരെയാണ് ഏലോഹിമിനെ കാണുവാൻ കഴിയുന്നത്. ഈ ഏലോഹിം നടത്തിയ സൃഷ്ടികർമ്മവും അതിനുശേഷം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഈ ആദമിനെ ഹവ്വയെ നിർമ്മിക്കുന്നത്. ഒരു ബദൽ സൃഷ്ടിയായിട്ട് ഒരു പാരലൽ റിബല്യസ് ക്രിയേഷൻ ആക്ടിവിറ്റിയാണ് നടത്തുന്നത് ഈ ആദമിനെ ഹവ്വയെ. എന്നാൽ 1-ാം അധ്യായത്തില് ഏലോഹിം ഉണ്ടാക്കുന്നത്, ദൈവം ഉണ്ടാക്കുന്നത് ആദമിനെ ഹവ്വയെയല്ല, മാൻ കൈൻഡിനെയാണ്, മനുഷ്യവർഗത്തെയാണ്. അത് ശ്രദ്ധിക്കണം. ഇനി 1-ാം അധ്യായത്തില് ദൈവം ഉണ്ടാക്കുന്നത് ആകാശങ്ങളും ഭൂമിയുമാണ്. അതിന്റെ ഡയറക്ഷനും നോക്കണം. ആകാശങ്ങളും ഭൂമിയും, അതായത് മുകളിൽ നിന്ന് താഴേക്ക് ആകാശങ്ങളാണ്, പ്ലൂറലാണ്, ഹെവൻസ് ആൻഡ് ദി എർത്ത് ആണ്. എന്നാൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതിന്റെ 2-ാം ഭാഗം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ യഹോവ എന്താ ഉണ്ടാക്കിയെന്ന് അറിയാമോ? ആകാശം ഭൂമിയല്ല, ഭൂമിയും പിന്നെ ആകാശവും എന്നാണ്. അതിന്റെ യഥാർത്ഥ മൂലഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹി പ്രിപ്പയർഡ് എ പീസ് ഓഫ് ലാൻഡ് ആൻഡ് ദ സ്കൈ എബോവ് ഇറ്റ് എന്നാണ്. അതായത് ഒരു ഭൂപ്രദേശവും അതിന് മുകളിലുള്ള ആകാശ മണ്ഡലത്തെയും യഹോവ രൂപപ്പെടുത്തിയെടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾക്ക് ഏത് ദൈവത്തെയാണ് വേണ്ടത്? ഈ സ്വർഗങ്ങളും പിന്നെ ഭൂമിയും ഉണ്ടാക്കിയ ഏലോഹിമിനെ, ദൈവത്തെ, ഈശ്വരനെ, പടച്ചോനെ വേണോ? അതോ ഈ ഒരു ഭൂപ്രദേശത്തെയും അതിന് മുകളിലുള്ള ആകാശ മണ്ഡലത്തെയും രൂപപ്പെടുത്തിയെടുത്ത ഈ പറയുന്ന യഹോവയെ വേണം? ഇത് രണ്ടാണ്. ഇത് ഉൽപ്പത്തി പുസ്തകം തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത് കാണാതെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല കേട്ടോ, ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇത് അറിഞ്ഞിട്ടും ഇത് മിണ്ടാതിരിക്കുന്ന ഇവന്മാര് കള്ളന്മാര്, ഇവന്മാര് വ്യാജന്മാരും, ഇവന്മാര് മനുഷ്യരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഈ കാര്യം ജനങ്ങൾ ഇവർ തിരിച്ചറിയിക്കാത്തത്. അവർ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കാത്തത്. കാരണം ഏലോഹിം എന്ന് പറയുന്നത് നമ്മുടെ യേശുക്രിസ്തു പരിചയപ്പെടുത്തിയ പിതാവാം ദൈവമാണ്. അവിടെ ഏലോഹിം എന്ന വാക്കിന് ഒരു ബഹുവചന പ്രയോഗം കൂടിയുണ്ട് കേട്ടോ, കൗൺസിൽ ഓഫ് ഗോഡ്സ് എന്നും കൂടിയുണ്ട്. അപ്പം ഏകവചനത്തിൽ ഉപയോഗിക്കാം, ദൈവം എന്നുള്ള ഏകവചനം അതിനർത്ഥം ആ നിലയിലും ഉപയോഗിക്കാം. ഇല്ല എങ്കിൽ ദൈവങ്ങളുടെ സമൂഹം, കൗൺസിൽ ഓഫ് ഗോഡ്, അപ്പൊ ആ ട്രിനിറ്റി ഒക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ ഈ 2 സങ്കല്പങ്ങൾ ബൈബിളിലുണ്ട്. അതേപോലെ ഓർക്കണം, യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നിലവിളിക്കുന്നത് യഹോവേനെ അല്ല. അത് എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല? ഏലോയി എന്നുള്ള ഏലോഹിമിന്റെ അതേ പദപ്രയോഗം തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലാതെ യഹോവയല്ല അവിടെ വിളിച്ചപേക്ഷിക്കുന്നത്. മാത്രവുമല്ല, യേശുക്രിസ്തു വളരെ വ്യക്തമാക്കുന്നുണ്ട്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ദൈവം എന്റെ പിതാവല്ല, നിങ്ങളുടെ പിതാവിന്റെ പ്രശ്നം എന്താണെന്നൊക്കെ മത്തായി എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി ഈ 2 സങ്കല്പങ്ങള് അത് വ്യക്തമായി കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ 2 ദൈവങ്ങളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ദൈവവും എതിർ ദൈവവും, ഈ 2 വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള ഒരു കാഴ്ച യഥാർത്ഥമായി ലഭിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം യഥാർത്ഥ നിലയിൽ, അല്ലെങ്കിൽ പോകേണ്ടുന്ന വഴിയിൽ പോകുവാൻ കഴിയും. ഇനി ഈ കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് പലരും വിശ്വസിക്കുന്നത്, പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തില് ഈ സ്വർഗങ്ങളും ഭൂമിയും ഉണ്ടാക്കിയ ഏലോഹിമും 2-ാം അധ്യായത്തിൽ ആദമിനെ ഹവ്വയെ ഉണ്ടാക്കിയ ഈ യഹോവയും ഒന്നാണെന്ന്. ഒന്നല്ല, അവർ രണ്ട് വ്യക്തികളാണ്, രണ്ടും എതിരാണ്
അന്യോന്യം എതിരാണ്. ഒരാൾ ദൈവമാണ്, ഒരാൾ പടച്ചവനാണ്, ഒരാൾ ഈശ്വരനാണ്, ഒരാളാണ് യഥാർത്ഥ ഗാഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്, മറ്റേയാള് അതിന് എതിർ ദൈവമാണ്. എതിർ ദൈവം യഹോവയുടെ ചരിത്രം ബൈബിളിൽ നിന്ന് മാറി നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് യഹൂദന്മാരുടെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് പല പേരുണ്ടായിരുന്നു. ലാവോ ഷമ്മയും ഒരു പേരായിരുന്നു, മറ്റൊരു പേര് യൂഷമനാണ്. ഈ യൂഷമനാണ് ഈ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീഴ്ത്തപ്പെട്ടത്. ദൈവത്തിന്റെ സിംഹാസനം മോഹിച്ചതിന്റെ കാരണത്താൽ ദൈവത്തിന്റെ സിംഹാസനം ഒഴികെ ദൈവത്തിന്റെ സകല അറിവുകളിലേക്കും പ്രവേശനം കൊടുത്തിരുന്ന ഈ പറയുന്ന റിബൽ കാണിച്ച ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്തുമതം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. അത് സാത്താനാണെന്നാണ് പഠിപ്പിക്കുന്നത്. അത് സാത്താനല്ല, അത് ഈ യൂഷമനാണ്, യഹോവയാണ്. എന്നിട്ട് അങ്ങനെ താഴെ വീണ യഹോവയാണ് പിന്നീട് സാത്താനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നുണ പറയുന്നവനും അവന്റെ അപ്പൻ എന്ന് പറയുമ്പോൾ, ഇപ്പൊ സാത്താൻ നുണ പറയുന്നവനാണെങ്കിൽ അവന്റെ അപ്പൻ എങ്ങനെയായിരിക്കും? ആ അപ്പൻ എന്ന് പറയുന്നത് നുണ പറയുന്ന സാത്താന്റെ അപ്പൻ. അപ്പൊ അവൻ എങ്ങനത്തെ വ്യാജം പറയുന്നവനായിരിക്കും? ആ വ്യക്തിത്വം എന്ന് പറയുന്നത് യഹോവയാണ്. യഹോവയ്ക്ക് പ്രിയം 3 കാര്യങ്ങളാണ്. ഒന്ന്, താൻ മാത്രം ആയിരിക്കണം ദൈവം. അതിന്റെ അർത്ഥം മറ്റു ദൈവങ്ങൾ ഉണ്ടെന്നാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്രതിധ്വനിയുണ്ട്, മറ്റു ദൈവമുണ്ട്. പക്ഷേ ഈ പുള്ളി പറയുന്നത് ആ ദൈവമായിരിക്കരുത്, മറ്റൊരു ദൈവമായിരിക്കരുത്, ഞാൻ മാത്രമായിരിക്കണം നിങ്ങളുടെ ദൈവം. 2, പിന്നെ പുള്ളിയുടെ ഒരാഗ്രഹമാണ്, ഞാൻ യുദ്ധവീരനായ യഹോവയാണ്, ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യുന്നത് ഇദ്ദേഹം മാംസപ്രിയനാണ്. അത് 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഏലോഹിം മനുഷ്യവർഗത്തിന് കൽപ്പിച്ചു കൊടുക്കുന്നത് പഴങ്ങളും പിന്നെ ധാന്യങ്ങളുമാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്. അവിടെ കൊന്നു തിന്നാൻ പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ അതിന്റെ 2-ാം അധ്യായം 4-ാം വാക്യം 1-ാം ഭാഗം വരെ എവിടെയും മനുഷ്യന് ഭക്ഷണമായി ഏതെങ്കിലും ഒരു വസ്തുവിനെ ജീവനുള്ളതിനെ കൊന്നു തിന്നാൻ പറയുന്നില്ല. അവിടെ ഫ്രൂട്ട്സും സീഡ്സും, അതായത് നമ്മുടെ പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും കഴിക്കുവാനായിട്ട് പറയുന്നത്. അവിടെ വെജിറ്റേറിയൻ ആണ്. എന്നാൽ 2-ാം അധ്യായത്തിൽ യഹോവ കൊന്നു തിന്നുന്നവനാണെന്നുള്ള കാര്യം ആ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ സ്വഭാവത്തിൽ തന്നെ വളരെ വ്യത്യസ്തരാണ് ഏലോഹിമും യഹോവയും. അപ്പൊ ഏലോഹിം എന്ന് പറയുന്നത് ദൈവമാണ്. അതായത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ആ ഭാഷാ പ്രയോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരബ്രഹ്മം സകലത്തെ നിർമ്മിച്ച പരബ്രഹ്മത്തെയാണ് ഏലോഹിം എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഭൂമി മുഴുവൻ വെള്ളമായി കിടന്നു എന്ന് പറയുന്നതിനും ഈ പുരാണങ്ങളിൽ അതിന് തത്തുല്യമായിരിക്കുന്ന കൃതികളും പാരായണങ്ങളും എല്ലാം ഉണ്ട്. മഹാവിഷ്ണു തപസ് ചെയ്ത് തൻ്റെതായിരിക്കുന്ന കണ്ണീര് കൊണ്ട് ഭൂമി മുഴുവൻ വെള്ളമായി തീർന്ന കാര്യമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനോട് അനുമാനിക്കാനായിട്ട് കഴിയും. പക്ഷേ യഹോവയെ സംബന്ധിച്ചിടത്തോളം യഹോവ 6000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതായിരിക്കുന്ന ആദമും ഹവയും, പലരും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്ന 6000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഉള്ളൂ എന്ന് മാത്രമാണ്. അത് തികച്ചും തെറ്റാണ്. അത് യഹോവ തന്നെ പറയുന്നുണ്ട്, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞാല്, ആദ്യത്തെ 5 അധ്യായം വായിച്ചു കഴിഞ്ഞാല് യഹോവ തന്നെ പറയുന്നുണ്ട്, കായീനെ മറ്റാരെങ്കിലും നിന്നെ കണ്ടാൽ കൊല്ലാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലിയൊരു അടയാളം വെച്ചിരിക്കുന്നു. അപ്പോൾ കായീൻ തന്നെ പറയുന്നുണ്ട്, മറ്റാരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലും, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റു മനുഷ്യവർഗം അവിടെ ഉണ്ട്. അതായത് മാൻകൈൻഡിനെ ഏലോഹിം അവിടെ നേരത്തെ തന്നെ നിർമ്മിച്ചിരുന്നു. അവർ ഭൂമിയിൽ അധിവസിച്ചിരുന്നു. എന്നാൽ അതിന് ബദലായിട്ട് 6000 വർഷങ്ങൾക്ക് മുൻപ് യഹോവ എന്ന വീണുപോയ ഈ യൂഷമൻ എന്നു പേരുള്ള ദൂതൻ ചെയ്ത സമാന്തര സൃഷ്ടിയാണ് ഈ പറയുന്ന ആദമും ഹവയും. 1-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ, മനുഷ്യവർഗത്തെ ഉണ്ടാക്കുമ്പോൾ ആണും പെണ്ണുമായിട്ട് ഒരേ സമയമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിൽ യഹോവ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ആദമിനെയും പിന്നെ ഈ സർവജ്ഞാനിയാണെന്ന് പറയപ്പെടുന്ന ഈ യഹോവയ്ക്ക് ബുദ്ധി ഒതുക്കിയാണ് മനുഷ്യനും ഏകനായിരിക്കും നന്നല്ല എന്ന്. അങ്ങനെ ബുദ്ധി ഒതുച്ചതിന് ശേഷം പിന്നീടാണ് ഹവയെ ഉണ്ടാക്കുന്നത്. ഇനി താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന യഹോവയാണ് ദൈവം, സാത്താൻ എന്നുള്ള നിലയോടെ വന്നിരുന്നത് പാമ്പാണെന്നൊക്കെയാണ്. എന്നാൽ പാമ്പ് ഒരു ദൂതനാണ്. ആ ദൂതന് ഒരു പാമ്പിന്റെ രൂപം വരാനുള്ള കാരണം സെറാഫിനാണത്. സെറാഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൂതന്റെ ഒരു വിഭാഗമാണ്. അത് ഫ്ലൈയിങ് സെർപ്പന്റ് ആണ്. നിങ്ങൾ ഏഞ്ചലോളജി പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകും. സെറാഫിൻ ഇസ് എ ഫ്ലൈയിങ് സെർപ്പന്റ്. അതിന്റെ അർത്ഥം സർപ്പം എന്ന് വെച്ചാൽ നമ്മൾ കൊല്ലാൻ വരുന്ന വിഷമുള്ള സാധനമല്ല. അതിന്റെ ആകൃതി അങ്ങനെയാണ്, സർപ്പത്തിന്റെ ആകൃതിയാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബീയിങ്സ് ഇൻ ഹെവൻ സെർവിങ് ഗോഡ്, എലോഹിം.
അപ്പൊ ആ ഒരു സങ്കല്പത്തെയും ഈ ആളുകളെയും മറ്റുമൊക്കെ കാണണമെങ്കിൽ ഭാരതീയ പുരാണത്തിലേക്ക് തന്നെ വരണം. ഇനി ഈ ഏഞ്ചല് അവിടെ മനുഷ്യനെ വഴി തെറ്റിക്കുകയല്ല ചെയ്തത്. തെറ്റിപ്പോയ മനുഷ്യനെ, ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യന് യഥാർത്ഥത്തിൽ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ മനുഷ്യനെ തെറ്റിക്കാൻ ശ്രമിച്ച യഹോവയാണ്. ആ ഒരു കഥ അവിടെ നിങ്ങൾ പഠിക്കുക, വിശദമായി പഠിക്കുക. കാരണം മനുഷ്യൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളതായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അത് അനുഭവിക്കരുത് എന്നുള്ള ചിന്തയില് അതിനെ മനുഷ്യനെ നിഷിദ്ധമാക്കി തീർക്കുകയാണ് ചെയ്തത് ആര്? യഹോവ. അവിടെ ഒന്ന്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ തീർച്ചയായിട്ടും അമർത്യതയ്ക്ക് അർഹതയുള്ളവനാണ്. കാരണം ദൈവം അമർത്യനാണ്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാല് ആ ജീവന്റെ വൃക്ഷം തിന്നാതിരിക്കേണ്ടതിനാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? യഹോവ പുറത്താക്കുന്നത്. പാപം ചെയ്തുകൊണ്ടാണ് പുറത്താക്കിയെന്നുള്ള കാര്യം മനുഷ്യന്റെ നറേറ്റീവ് കേട്ടോ. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിലൊന്നും എഴുതിയിട്ടില്ല. അവിടെ പുറത്താക്കിയത് പാപം ചെയ്തുകൊണ്ടാന്നല്ല പറയുന്നത്. ഇനി ഒന്ന് കഴിച്ചു, ഒരു നന്മ കിട്ടി മനുഷ്യന്. അതായത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലത്തിൽ നിന്ന് മനുഷ്യന് ഭക്ഷിക്കാനായിട്ട് ഇടയെ തീർന്നു. ആര് സഹായിച്ചു? ഈ സെറാഫിൻ, ഈ പാമ്പ് സഹായിച്ചതിന്റെ പേരിൽ അതിന് ഇടയെ തീർന്നു. അതുകൊണ്ട് ഇന്നിപ്പോ മതത്തിന് ചതിക്കാൻ പറ്റത് അതുകൊണ്ടാ. നമുക്ക് ആ ഉള്ളിൽ ആ വെളിച്ചമുണ്ട്, ആ വിവേചന ശക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് നമ്മളെ ആർക്കും പറ്റിക്കാൻ കഴിയത്തില്ല. കാരണം സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആത്യന്തികമായിട്ട്. എന്നാല് അതിനെ വരെ മറികടക്കാനായിട്ട് ഇന്ന് ഈ മതം കൊണ്ട് നടന്ന് ഈ യഹോവ പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിപ്പിച്ചും പ്രീണിപ്പിച്ചും ഒക്കെ കുറ്റബോധം കുത്തിവെച്ചും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 5 അധ്യായം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ക്രിസ്തു മതം പഠിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും തികച്ചും എതിരാണ്, ഓപ്പോസിറ്റ് ആണ് സത്യം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അതേപോലെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് രണ്ടുപേരെയും ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവമില്ല. ഒറിജിനൽ ഭാഷ വായിച്ച് അവരെ പുറത്താക്കിയെന്നല്ല. അതിന്റെ കാരണം എന്താണെന്ന് താഴെ വായിച്ച മനസ്സിലാകും. 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് ആദമിന് സ്വന്തം മകനെ ലഭിക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായ 2 മക്കളുടെ അപ്പൻ ആരായിരുന്നു? അത് മറച്ചു വെക്കാനായിട്ട് അത് പാമ്പിന്റെ തല കെട്ടിവെക്കാനായിട്ട് പോയി. അതായത് ഹവ്വയ്ക്ക് ഈ പാമ്പിലുണ്ടായതാണ് ആ കായീനും ഹാവേലും എന്ന് പറഞ്ഞു കിടക്കുന്ന ഉപദേശം വരെ കൊണ്ടുവന്നു. അതിനൊരു കാര്യവുമില്ല. യഹോവയുടേതായിരിക്കുന്ന ഈ ഏറ്റവും വൃത്തികെട്ടതായിരിക്കുന്ന അന്യന്റെ ഭാര്യയെ മോഹിക്കുന്ന പറയുന്നുണ്ടല്ലോ, ഞാൻ അനാഥരുടെ വിധവമാരുടെ നാഥനാന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന് ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, യഹോവ അനാഥരെയും വിധവമാരെയും മാനുഫാക്ചർ ചെയ്യുന്ന നാഥനാണ്. അതായത് യുദ്ധം കൊണ്ട് മറ്റുള്ളവരുടെ ഒരു സമൂഹത്തിൻ്റെതായിരിക്കുന്ന ആണുങ്ങളെല്ലാം കൊന്നുകളയും, പെണ്ണുങ്ങളെ എടുത്തുകൊണ്ട് പോയി സൂഹിക്കുകയും ചെയ്യുന്ന യഹോവ. അപ്പൊ അതുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പെട്ടെന്ന് നിർത്താം, ഈ കായീന്റെയും ഹാബേലിന്റെയും യഥാർത്ഥ പ്രതിത്വം ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹവ്വയും പറയുന്നുണ്ട്, യഹോവയുടെ സഹായത്താൽ എനിക്ക് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ അനുഗ്രഹത്താൽ എന്നൊക്കെ വ്യാഖ്യാനിച്ച് അങ്ങ് വെള്ളപൂശി അവസാനിപ്പിക്കുകയാണ്. അവിടെ ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലത്തിൽ നിന്ന് ഉള്ള പ്രവേശനം അതിനേക്കുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് മനുഷ്യനെ ഒരു ഡെലൂഷണൽ സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ പറയുന്ന ആദമിനെയും ഹവ്വയെയും അവരുടെ സ്വകാര്യ ജീവിതത്തിൽ കണ്ട് രസിക്കുകയും ഹവ്വയെ ഉപയോഗിക്കുകയുമാണ് ഈ ദരിദ്രവാസിയും തോന്നിവാസിയും അസാൻമാർഗികയുമായിരിക്കുന്ന യഹോവ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞു നടക്കുകയാണ്, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാന്ദി. എങ്ങനെ നന്നാവും? ഇത്ര തോന്നിവാസിയായിരിക്കുന്ന ആധ്യാത്മികതയുടെ മറവിൽ എല്ലാ തോന്നിവാസവും നടപ്പിലാക്കുന്ന രക്തകൊതിയനും മാംസപ്രിയനും യുദ്ധ കൊതിയനുമായിരിക്കുന്ന ഈ പറയുന്ന യഹോവയാണ് ഇന്ന് ക്രിസ്തുമതം ദൈവമായിട്ട് കാണുന്നത്. ഈ കണ്ടാമിനേഷൻ തിരിച്ചറിഞ്ഞ് ഏലോഹിമിലേക്ക് മടങ്ങി പോകാതെ, പിതാവാൻ ദൈവമല്ല ഈ പറയുന്ന യഹോവ എന്ന് പറയുന്നത്. യഹോവ യൂണിറ്റേറിയൻ ആണ്, പിതാവാൻ ദൈവം ട്രിനിറ്റേറിയൻ ആണ്. അതുകൊണ്ട് ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് ശുദ്ധികലശം നടത്താൻ അത് സമ്പൂർണമായി തിരിച്ചറിഞ്ഞു ആ നിലയിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നിർത്തിയത് കുറച്ച് നീണ്ടുപോയി. എംബ്രോറെ, കഴിഞ്ഞ ദിവസം ഞാൻ താങ്കളുടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ക്ലബ് ഹൗസ് വരുന്നല്ലേ? ലാസ്റ്റ് ടൈം ഞാൻ ഇതുപോലെ സംഭാഷണം കേട്ടായിരുന്നു. താങ്കളുടെ കൺക്ലൂഷൻ പുള്ളി അടിപൊളിയല്ലേ?
അല്ല അതല്ല ഞാൻ പറഞ്ഞു പുള്ളിയുടെ സംസാര രീതിയും കാര്യങ്ങളും ഒക്കെ വളരെ നല്ല സംസാര രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പഷ്ടമായ സംസാരമാണ്, കൺവിക്ഷനുള്ള സംസാരമാണ്. അപ്പൊ എംബ്രോർ പറയുന്നത് യഹോവ എന്ന് പറയുന്ന ദൈവം ഈ ഇസ്രായേൽക്കാർ മനസ്സിലാക്കിയ ദൈവവും യേശു ക്രിസ്തു നമുക്ക് വെളിവാക്കി തന്ന ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഒരു കൺക്ലൂഷൻ. നമ്മൾ ആ ഒരു നിലയിൽ തന്നെ അപഗ്രഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഇസ്രായേലിയരുടെ ഇടയിൽ തന്നെ എസനീസ് എന്ന് പേരുള്ള ഒരു പ്രത്യേക വർഗമുണ്ട്. മാത്രവുമല്ല 4 വിധത്തിലുള്ളതായിരിക്കുന്ന സമൂഹം അല്ലെങ്കിൽ ആധ്യാത്മിക കൂട്ടം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് ഏലോഹീമിനെ ദൈവമായി കാണുന്ന ഏലോഹിസ്റ്റുകളും യാഹുവിനെ ദൈവമായി കാണുന്ന യാഹുവിസ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു വ്യത്യാസം, ഈ ഇത്രമാത്രം പ്രകടമായ വൈരുദ്ധ്യം, ഇത് അന്നേ മുതലുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്നാല് അത് പിന്നീട് ഈ സഭ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ഇന്ററപ്ഷൻ, ഈ പറയുന്ന റെഫറൻസ് വല്ലതും ഉണ്ട്? ഈ യാഹോവിസ്റ്റും ഉണ്ട് എലോയിസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞ റെഫറൻസ് വല്ലതും ഉണ്ടോ? അയ്യോ, ഇത് ബൈബിൾ കോളേജിന്റെ കരിക്കുലത്തിലെ ഉള്ള കാര്യമാണ്. അതിന്റെ അകത്ത് ഓക്കെ ഓക്കെ ഓക്കെ. അതെ, നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വല്ല റെഫറൻസ് ഉണ്ടോ? ഒത്തിരി ഉണ്ടല്ലോ, ഇപ്പൊ ഇന്റർനെറ്റിൽ ഉണ്ടല്ലോ. അത് അതിനിങ്ങനെയാണ് പറയുന്നത്, JEDP എന്നാ പറയുന്നത്. അതായത് യാഹ്വേയിസ്റ്റ്, ഡിട്രോണമിസ്റ്റ്, എലോഹിസ്റ്റ് ആൻഡ് പ്രീസ്ലി സോഴ്സ്. ഈ 4 സ്രോതസ്സുകളാണ് ഉള്ളത് ബൈബിളിന്, പഴയ നിയമത്തിന്. തോറ അല്ലെങ്കിൽ യഹൂദന്മാരുടെ തെനാക്ക് എന്ന് പറയുന്നതിന് ഈ 4 വ്യത്യസ്തമായ സ്രോതസ്സുകളാണ് ഉള്ളത്. ഈ 4 സ്രോതസ്സുകളിലും വൈരുദ്ധ്യങ്ങളാണ്. ഈ 4 കൂടെ ഒന്നിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാല്, നമ്മുടെ റോമൻ ഡൈനാസ്റ്റി, കുസ്തന്തീനോസ് എന്ന ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ പുള്ളിക്കാരൻ ഒരു സാർവലൗകിക മതം, അതായത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു ആസ് പാർട്ട് ഓഫ് വേൾഡ് ഇൻവേഷൻ. അദ്ദേഹത്തിന്റെ എംപയർ അദ്ദേഹം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സാർവലൗകിക മതം ഉണ്ടാക്കാൻ ഈ പറയുന്ന പണ്ഡിതന്മാരെല്ലാം വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ ക്രോഡീകരിക്കണം, ഇതിന്റെ വൈരുദ്ധ്യങ്ങളെല്ലാം മാറ്റണം. ഇന്ന് ഈ പറയത്തില്ല മതസൗഹാർദ്ദം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരിക്കലും നടക്കത്തില്ല. മതം ഉപേക്ഷിച്ചാൽ നന്നാവും. മതസൗഹാർദ്ദം വെറും മിഥ്യയാണ്, ഇല്യൂഷനാണ്, നടക്കത്തില്ല. പൂവിടാൻ കൊള്ളാം, കൈ കൊടുക്കാൻ കൊള്ളാം, അവാർഡ് വാങ്ങിക്കാൻ കൊള്ളാം, അത്രയൊക്കെ ഉള്ളൂ. എന്നാല് ഈ പറയുന്ന ഈ ചക്രവർത്തിയുടെ നിർദ്ദേശം കാരണം കൊണ്ട് ഈ പണ്ഡിതന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ഇത് ഇപ്പൊ നടന്നതാണ് ഏറ്റവും വലിയ കുത്തിക്കെട്ടെന്ന് പറയുന്നത്. അതിനു മുമ്പ് ഇത് തന്നെ നടന്നിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്തൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ പേരാണ് റിഡാക്ഷൻ, പോളിമിക് റിഡാക്ഷൻ എന്ന് പറയും. അതായത് വൈരുദ്ധ്യം നിറഞ്ഞ കൃതികളെല്ലാം അതിന്റെ വൈരുദ്ധ്യങ്ങളൊക്കെ അങ്ങോട്ട് തമസ്കരിച്ചിട്ട് അല്ലെങ്കിൽ ലഘൂകരിച്ചിട്ട് ചെത്തി മാറ്റി ഇതിനെല്ലാം കോർത്തിണക്കി. ഇപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരൊറ്റ ബൈബിളിന് മാത്രമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാം അധ്യായം. ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം.